ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CSEB ഡേറ്റൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ CSEB എക്സാമിൻ്റെ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സമയം വൈകാതെ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി എലിജിബിൾ ഫോർ ബീയിങ് ഇലക്റ്റഡ് ആസ് മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഇഫ് ഹി ഓർ ഷീ ഈസ് എ നിയർ റിലേറ്റീവ് ഓഫ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നിയർ റിലേറ്റീവ് ദിസ് പർപ്പസ്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പെയ്ഡ് എംപ്ലോയിയുടെ നിയർ റിലേറ്റീവ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, കമ്മിറ്റിയിലെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നിയർ റിലേറ്റീവ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ നിങ്ങൾ തന്നെ നോക്കാം. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സ് ഹസ്ബൻഡാണ് നിയർ റിലേറ്റീവ് അല്ലാത്ത. ബാക്കിയുള്ള ഹസ്ബൻഡും ബ്രദറും അതേപോലെ വൈഫും ഇതൊക്കെ എന്താണ്, പെയ്ഡ് എംപ്ലോയിയുടെ നിയർ റിലേറ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ഓഫ് ദ കേസസ് എ ഡെലിഗേറ്റ് ഓഫ് വൺ സൊസൈറ്റി സിറ്റിംഗ് ഓൺ ദി കമ്മിറ്റി ഓഫ് അനദർ സൊസൈറ്റി ഷാൽ നോട്ട് സീസ് ടു ബി എ മെമ്പർ ഓഫ് സച്ച് കമ്മിറ്റി. ഓപ്ഷൻസ് വായിച്ച് നോക്കുക. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇൻ കേസ് ഹി വാസ് ഇലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ദി സൊസൈറ്റി വിച്ച് ഹി റെപ്രസെൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ നോട്ട് ബി ലെസ് ദാൻ. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലത്തെ മെമ്പേഴ്സ് അത്രയിൽ കുറയാൻ വേണ്ടി പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ? 7 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മിനിമം 7 മെമ്പേഴ്സ് എങ്കിലും വേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി 5 years ഫോർ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് കമ്മിറ്റിയുടെ ടേം എന്ന് പറയുന്നത് 5 years ഫ്രം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദ ഡേറ്റ് ഓഫ് ദി ഇലക്ഷൻ ബോർഡ്. ഡേറ്റ് ഓഫ് ഇലക്ഷൻ ബോർഡ് വരെ മാത്രമാണ് 5 വർഷം. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കോർഡ് ഷാൽ നോട്ട് ബി റീറ്റെയിൻഡ് പെർമനൻ്റ്ലി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്കിയുള്ളവയൊക്കെ എന്താണ്, പെർമനൻ്റ് ആയിട്ട് ഒരു സൊസൈറ്റിയിൽ റീറ്റെയിൻ ചെയ്തിരിക്കേണ്ട ബുക്കാണ്. ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? റെസിപ്റ്റ് ബുക്കാണ് പെർമനൻ്റ് ആയിട്ട് റീറ്റെയിൻ ചെയ്യാത്തത്. ബാക്കി മിനിറ്റ്സ് ബുക്ക് റീറ്റെയിൻ ചെയ്യണം. അഡ്മിഷൻ രജിസ്റ്ററും അതേപോലെ ഡേ ബുക്കൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിറ്റുവേഷൻ വിച്ച് വിൽ ഇൻവൈറ്റ് ദ രജിസ്ട്രാർ ടു അപ്പോയിൻറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അണ്ടർ ദ സെക്ഷൻ ഓഫ് 33 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ പ്രസിഡന്റ് ഓഫ് ദ സൊസൈറ്റി ഈസ് റിമൂവ്ഡ് ബൈ എ നോൺ കോൺഫിഡൻറ്റ് മോഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഷാൽ ബി പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവെൻറ്റ് അണ്ടർ റൂൾ 43A ടു കൺസിഡർ എ നോൺ കോൺഫിഡൻറ്റ് മോഷൻ എഗെയിൻസ്റ്റ് ദി പ്രസിഡന്റ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൂൾ 43A പ്രകാരം പ്രസിഡൻറ്റിനെതിരെ ഒരു നോൺ കോൺഫിഡൻറ്റ് മോഷൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ആ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുക? സൊസൈറ്റിയിൽ അങ്ങനെ ഒരു മീറ്റിംഗ്, അതായത് പ്രസിഡൻറ്റിനെതിരെ ഒരു നോൺ കോൺഫിഡൻറ്റ് മോഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ആ മീറ്റിംഗ് എന്ത് ചെയ്യുക, പ്രിസൈഡ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. 43A എന്ന് പറയുന്നത് എന്താണ്? നോൺ കോൺഫിഡൻറ്റ് മോഷൻ എഗെയിൻസ്റ്റ് പ്രസിഡൻ്റ് എന്ന് കിട്ടി. അപ്പം അങ്ങനെ ഒരു മീറ്റിംഗ് ആരാണ് പ്രിസൈഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ ഓപ്ഷൻ നോക്കുക. വൈസ് പ്രസിഡന്റ് എന്നുണ്ട്. ഓഫീസർ ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓതറൈസ്ഡ് ബൈ രജിസ്ട്രാർ ആണ്. എനി ഓഫ് ദി കമ്മിറ്റി മെമ്പർ ഹു ഹാസ് സൈൻഡ് ദ ഓഫീസ് അങ്ങനെയൊക്കെ എന്ന് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ? കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ദ ഓഫീസർ ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ. അദ്ദേഹമാണ് പ്രിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം പെർമിഷബിൾ ബോറോവിംഗ് പവർ ഓഫ് എ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. മാക്സിമം പെർമിഷബിൾ ബോറോവിംഗ് പവറാണ് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം പെർമിഷബിൾ ബോറോവിംഗ് പവർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? 150 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ട്. ഓൺഡ് ഫണ്ടിനേക്കാളും 150 ടൈംസ് കൂടുതലാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ എന്താണ് ഇവിടെ 50 ടൈംസ് ആണ് ഡബിൾ എമൗണ്ട് ഓഫ് ദി നെറ്റ് വർത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് ദി ഡെപ്പോസിറ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? 150 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ബാക്കിയെല്ലാം ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, റിസർവ് ഫണ്ട്, കോമൺ ഗുഡ് ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്. നമുക്കറിയാം റിസർവ് ഫണ്ട് എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അതേപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അപ്പോൾ നിങ്ങളോട് ചോദ്യം എത്ര ശതമാനമാണ് മൊത്തം റിസർവിൻ്റെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് മാറ്റി വെക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. മെമ്പർ റിലീഫ് ഫണ്ടും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അല്ലാത്തത് ഏതാണ്? കോമൺ ഗുഡ് ഫണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? കോമൺ ഗുഡ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് other than dash of the society shall be paid by way of bonus or dividend or otherwise distributed among the members. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നെറ്റ് പ്രോഫിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് അതർ ദാൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആണ്. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് അതർ ദാൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ്. അതായത് നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ ബോണസായിട്ടും ഡിവിഡൻ്റായിട്ടും മറ്റുള്ള ഇതാക്കി കൊടുക്കുന്നത്. പിന്നെ താഴേക്കാണ് വർക്കിംഗ് പ്രോഫിറ്റോ അതേപോലെ റീറ്റെയിൻ പ്രോഫിറ്റോ ഗ്രോസ് പ്രോഫിറ്റോ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല. ഇതേപോലെ സൊസൈറ്റിയുടെ ബോണസോ ഡിവിഡൻറ്റോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനൊക്കെ ഇത്തിരി കൺഫ്യൂസിങ് ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലോൺസ് അണ്ടർ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം വിൽ ബി പ്രൊവൈഡഡ് ഓൺ. കൺസോർട്ടിയം ലെൻഡിങ് സ്കീം, അതായത് കൺസോർട്ടിയം ലെൻഡിങ് സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ലോൺസ് അണ്ടർ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം വിൽ ബി പ്രൊവൈഡഡ് ഓൺ. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? എന്താണ്? ഗവൺമെൻറ് ഗ്യാരണ്ടിയാണ്. കൺസോർട്ടിയം ലെൻഡിങ് സ്കീം പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ എന്താണ്? ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ് ഈസ് ഹാവിങ് 100% ലിക്വിഡ് ഓവർ. താഴെ കൊടുത്തിരിക്കുന്ന അസറ്റിന് 100% ലിക്വിഡിറ്റി കവറാണുള്ളത്. ഏതാണ് ആ ഒരു അസറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ബാലൻസ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. പക്ഷേ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ബാലൻസ് ഇൻ കറൻറ്റ് അക്കൗണ്ട്. ബാലൻസ് ഇൻ കറൻറ്റ് അക്കൗണ്ടിനാണ് നമുക്ക് 100% ആയിട്ടുള്ള ലിക്വിഡിറ്റി കവറിങ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ സൊസൈറ്റി ഷാൽ ഡിസ്പോസ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ ദ സൊസൈറ്റി വിത്തൗട്ട് ഡാഷ്. അവിടെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? നോ സൊസൈറ്റി ഷാൽ ഡിസ്പോസ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് ഒരു സൊസൈറ്റിയും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും എന്ത് ചെയ്യില്ല? ഡിസ്പോസ് ചെയ്യില്ല. എപ്പോഴാണ് ഡിസ്പോസ് ചെയ്യുക? അതായത് ആരുടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെയോ ഒന്നിൻ്റെ സാങ്ഷൻ വേണം ഇങ്ങനെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആരുടെ സാങ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഓപ്ഷൻസ് നോക്കുക. ദ പ്രയർ സാങ്ഷൻ ഓഫ് ദി ജനറൽ ബോഡി, ദ പ്രയർ സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ, ദ പ്രയർ സാങ്ഷൻ ഓഫ് ദി ബോർഡ്, ദ പ്രയർ സാങ്ഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ. ഇതൊക്കെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോയ്സസ് തന്നെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പ്രയർ സാങ്ഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാറുടെ സാങ്ഷനും അതേപോലെ എന്താണ് ജനറൽ ബോഡിയുടെയും സാങ്ഷൻസ് എന്താണ് ആവശ്യമാണ്.
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിത്തിൻ ഡാഷ് ഓഫ് ദ ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ വിച്ച് സച്ച് അക്കൗണ്ട് റിലേറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അതായത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 6 months ആണ്. അതായത് അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിത്തിൻ ദ 6 months ഓഫ് ദി ക്ലോസിംഗ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതിന് മുൻപ് തന്നെ 6 monthsനുള്ളിൽ എന്ത് ചെയ്യണം? ക്ലോസ്, അതായത് ഓഡിറ്റ് ചെയ്തിരിക്കണം. 6 months ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് ഷാൽ ബി ഡ്യൂട്ടി ഓഫ് ദി ഡാഷ് ഓഫ് എവറി സൊസൈറ്റി ടു എൻഷുർ ദി ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ് അതായത് ഫിനാൻഷ്യൽ അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ആക്യുറസി എൻഷുർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ചീഫ് അക്കൗണ്ടൻറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോവുക. പക്ഷേ അതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു ആൻസറാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആക്യുറസി എൻഷുർ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ എൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ. സെക്ഷൻ 65 ഡീൽ ചെയ്യുന്ന എന്താണ്? എൻക്വയറിയാണ്. അത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 6 months. 6 monthsനുള്ളിലാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദ KCS ആക്ട് മേ ഇൻക്ലൂഡ്. അതായത് സെക്ഷൻ 66 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സൂപ്പർവിഷനാണ്. സോ അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് ദി സൊസൈറ്റി, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വാല്യുവേഷൻ ഓഫ് അസറ്റ് ഓഫ് ദി സൊസൈറ്റി, ഓൾ ഓഫ് ദി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്ക് ഓഫ് ദി സൊസൈറ്റിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസ് ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഷാൽ ബി യൂട്ടിലൈസ്ഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനു വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഓപ്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കറക്റ്റായിട്ടുള്ള ആൻസർ for the development activities of the societies and safeguard the interest of against any loss. ഇതിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കാം. അടുത്തത് ടു റെഡീം ദ ഡെപ്റ്റ്സ് ഓഫ് ഡിസീസ്ഡ് ബോറോവേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഉണ്ട്. അതേപോലെ ടു പേ ദ സാലറി, ടു റീഫണ്ട് ഡെപ്പോസിറ്റ്. പക്ഷേ ഇതൊന്നുമല്ല ആൻസർ. ഫോർ ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി സേഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് എനി ലോസ്. അതാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. നെക്സ്റ്റ് വൺ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ഡിസ്പ്യൂട്ട് അണ്ടർ സെക്ഷൻ 69 ഓഫ് ദി KCS ആക്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? സി ആണ്. എ ക്ലെയിം ബൈ ഷ്യൂർലി അഗെയിൻസ്റ്റ് ദി കോഷ്യൂരിറ്റി. എ ക്ലെയിം ബൈ ഷ്യൂരിറ്റി അഗെയിൻസ്റ്റ് ദി കോഷ്യൂരിറ്റി. ഇതാണ് സി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, മലപ്പുറം DCB, റൂറൽ ബാങ്ക്. അപ്പോൾ നമുക്കറിയാം കേരള ബാങ്കും അർബൻ കോപ്പറേറ്റീവ് ബാങ്കും മലപ്പുറം ബാങ്കും ഒക്കെ എന്താണ്? ഇൻഷുർഡ് ബാങ്കാണ്. സോ റൂറൽ ബാങ്കാണ് നോൺ ഇൻഷുർഡ് ബാങ്കായിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ 12 അണ്ടർ ദ സെക്ഷൻ 76 ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് will enable the decree holder to execute the decree through revenue department or. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഫോം നമ്പർ 12 സെക്ഷൻ 76 അതേപോലെ ഫോം നമ്പർ 12 ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ സെക്ഷൻ 76 അതായത് ഫോം നമ്പർ 12 ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നുണ്ട്. സെക്ഷൻ 76 പറഞ്ഞിരിക്കുന്നത് വിൽ എനേബിൾ. അതെന്ത് ചെയ്യുന്നു? ഡിഗ്രി ഹോൾഡറിനെ എനേബിൾ ചെയ്യുന്നു. എന്താണ് എനേബിൾ ചെയ്തത്? എക്സിക്യൂട്ട് ദ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാൻ എങ്ങനെയാണ്? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു എന്നാണ് എനേബിൾ ചെയ്യുന്നു.
അതല്ലാതെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ വേറൊന്നും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? സിവിൽ കോർട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എന്താണ് സർ? സിവിൽ കോർട്ടിലൂടെയും അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും ഡിഗ്രി ഹോൾഡറിന് ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കം അണ്ടർ പെർവ്യൂ ഓഫ് ദി അപ്പീൽ ബിഫോർ ദ ട്രൈബ്യൂണൽ? അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ. എക്സ്പൾഷൻ ഓഫ് എ മെമ്പറാണ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ വരാത്ത പെർവ്യൂ എന്ന് പറയുന്നത്, അപ്പീൽ വരാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ബീൻ ലാർജ്ലി ഫോക്കസ്ഡ് ഓൺ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്? കോപ്പറേറ്റീവ്സിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വളരെ അസോസിയേഷൻ ഫീച്ചേഴ്സാണ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, അതും ഒരു ഫീച്ചേഴ്സാണ്. ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി മെമ്പേഴ്സ്, അതും എന്താണ്? ഫീച്ചേഴ്സാണ്. പക്ഷേ ഫീച്ചേഴ്സ് അല്ലാത്ത എന്താണ്? ഡിപ്പെൻഡൻസ് ആണ് ഫീച്ചേഴ്സായിട്ട് അല്ലാത്തത്. The next question ഇതാണ്. Members of financial cooperatives are dash and hence there is a potential conflict. ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സിലുള്ള മെമ്പർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റൈറ്റ്ലി ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് ദാറ്റ്, അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നു. അതിൻ്റെ സെൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നൺ ഓഫ് ദ എബവ് ഉണ്ട്. ദെയർ ലോൺസ് ആർ മോസ്റ്റ്ലി അൺസെക്യൂർഡ് ആണ്. പിന്നെ എന്താണ്? ദർ ടോട്ടൽ അസറ്റ് ഉണ്ട് സെവറൽ മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺ ഫണ്ട്സ് ആണ്. നെക്സ്റ്റ് ആണ് ദെയർ ടോട്ടൽ ലാബിലിറ്റീസ് എമൗണ്ട് ടു എ ലാർജർ മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺഡ് ഫണ്ട്സ്. അപ്പോൾ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ദെയർ ടോട്ടൽ ലാബിലിറ്റീസ് എമൗണ്ട് ടു എ ലാർജർ മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺ ഫണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Dash is the link between the governing body and the team official in charge policies and day-to-day administration. Correct ആയിട്ടുള്ള ആൻസർ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഗവേണിംഗ് ബോഡി ആൻഡ് ടീം ഒഫീഷ്യൽ ഇൻ ചാർജ് ഓഫ് പോളിസീസ് ആൻഡ് ഡേ-ടു-ഡേ അഡ്മിനിസ്ട്രേഷൻ. ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ ഒബ്ജക്റ്റ് ഓഫ് ഫണ്ട് മാനേജ്മെൻറ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ലാത്തത്, മേജർ ഒബ്ജക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നതാണ് ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലാത്തത്. ബാക്കി കംപ്ലൈൻറ്റ്സ് വിത്ത് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, മിനിമൈസ് ലിക്വിഡിറ്റി റിസ്ക്, അതേപോലെ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട് സോ ആസ് ടു മാക്സിമൈസ് ദ റിട്ടേൺ, ഇതൊക്കെ എന്താണ്? ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സച്ച് പോർഷൻ ഓഫ് റിസർവ് ഫണ്ട്, other funds, paid up share capital, loans and deposit received society and debentures issued as have not been invested in buildings and other fixed asset is called dash. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി റിസർവ് ഫണ്ടിൻ്റെ പോർഷൻ ആണ്. ആൻഡ് അതർ ഫണ്ട്സ് ഓഫ് പെയ്ഡ് ക്യാപിറ്റൽ ആണ്. ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ പ്രിപ്പയർഡ് ആസ് പെർ ദ സർട്ടൻ ആക്സെപ്റ്റബിൾ അക്കൗണ്ടിങ് നോംസ് പ്രൊസീജിയർ ഈസ് കോൾഡ് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ പ്രിപ്പയർഡ് ആസ് പെർ ആക്സെപ്റ്റബിൾ അക്കൗണ്ടിങ് നോംസ്. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് നോംസിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ചും കൂടി ഈ ഒരു ആൻസറാണ് കുറച്ചും കൂടി ഇതിന് സ്യൂട്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷൻ നീഡ്സിനും കൺസംഷൻ നീഡ്സിനുമാണ് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടോട്ടൽ ഓൺ ഫണ്ട്സ് ലെസ് ദി അക്യുമുലേറ്റഡ് ലോസസ് ഈസ്. Total on funds less the accumulated losses is. Correct ആയിട്ടുള്ള ആൻസർ
നെറ്റ് ഓൺഡ് ഫണ്ട്സ്. നെറ്റ് ഓൺഡ് ഫണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കറൻസി ഈസ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കറൻസി ഈസ് എന്നാണ് ഒരു സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ദ ഈവിൾസ് ഓഫ്. അത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത് എന്തിൻ്റെ വേണ്ടിയിട്ടാണ്? എന്തിൻ്റെ ഈവിൾസ് കുറക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ക്യാപിറ്റലിസം ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 ടയർ സ്ട്രക്ചർ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വാസ് ഫസ്റ്റ് റെക്കമെൻഡഡ് ബൈ. അതായത് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 3 ടയർ സ്ട്രക്ചർ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള അതന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണ് 3 ടയർ സ്ട്രക്ചർ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കം അണ്ടർ ഡാഷ് ഇൻ KYC നോംസ്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ KYC നോംസിൻ്റെ ഏത് കാറ്റഗറിയിൽ പെടും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് കാറ്റഗറിയിലാണ്? ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് പെടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഹൈ റിസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലോൺ മാനേജ്മെൻറ്റ്. ലോൺ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് റിക്കവറി മാനേജ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി എ നെസസിറ്റി ഇൻ ദി ഡാഷ് പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ ആവശ്യമാണ്. ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ലെൻഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അങ്ങനെയൊന്ന് ആവശ്യമായിട്ടുള്ളത്. ഇനി ബാക്കി നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് നോക്കാം കേട്ടോ. സോ അതുവരേക്കും ബൈ.